ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ്റെ ഐറ്റമാണ്, പെപ്പേർഡ് ചിക്കൻ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലിട്ടൊന്ന് പോകാം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വത്തൽമുളക്, കരിയാപ്പല, കടുക് എന്നിവ ചേർത്ത് തടുക്ക തയ്യാറാക്കി വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം അല്പം ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് അതിലേക്കിട്ട് സോത്തെ ചെയ്യാം. അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞത് 500 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് അല്പം സോൾട്ട്, ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി 500 ഗ്രാം ചിക്കനാണ് ഞാനിവിടുത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ ചിക്കൻ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് സീലായതിനു ശേഷം നമുക്ക് ഒരു കപ്പ്, ചെറിയൊരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മസാല ചെറുതായിട്ടൊന്ന് കുക്കാകുന്നതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അല്പം ഗ്രീൻ ചില്ലി, ഒരു 3 ഗ്രീൻ ചില്ലി അത് സ്ലൈറ്റ് ചെയ്തത് അതിനകത്ത് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തടുക്ക അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം തേങ്ങാക്കുത്ത് വറുത്തത് ഗാർണിഷായിട്ട് ഉപയോഗിക്കാം. തേങ്ങാക്കുത്ത് വറുത്തത്, പിന്നെ നമുക്ക് 2-3 ചില്ലി രണ്ടായിട്ട് കീറി ഗാർണിഷായിട്ട് വെക്കാം. പിന്നെ അല്പം കൊത്തമല്ലി ചോപ്പ് ചെയ്തത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോയോട് കൂടി കാണാം. താങ്ക് യു.